ഞാൻ ആമിക്കുട്ടിക്ക് ഇങ്ങനെ ഈ വളം ഇങ്ങനെ കെട്ടി കണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കാം. അപ്പൊ ആമിക്കുട്ടി കരയുണ്ട് പാൽ കുടിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചത്. അപ്പൊ ഇതാ കരിമണി വാങ്ങിച്ചിട്ടോ. മൂപ്പ് കുളിക്കാൻ പോവാട്ടോ, പെരുന്നാക്കുളി. കുളിച്ചിട്ട് പോയിട്ടാ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. യാമിക്കുട്ടിയുടെ വകി ഈദ് മുബാറക്ക്. പള്ളി പോവാൻ നേരം വെക്കിട്ടോ. യാമിക്കുട്ടി വന്നിട്ടുള്ള നമ്മളെ യാമിക്കുട്ടിയുടെ ആദ്യത്തെ പെരുന്നാളല്ലേ. കാറിലോ മറ്റേ ബൈക്കുമേ ഉപ്പുകുട്ടിനെ ഇന്നലെ കുളിച്ചൊക്കെ പെരുന്നാൾ പോയി കുളിച്ചൊക്കെ വന്നിട്ടുണ്ടോ. പെരുന്നാക്കുളി യാമിക്കുട്ടി ചിരിക്കുക. ഇക്കാക്കും പപ്പയൊക്കെ പള്ളിയിൽ പോയില്ലേ യാമിമോളെ. ഈ യാമിമോൾ കുളിച്ച് ഞാൻ കുളി കഴിഞ്ഞിട്ടോ. ഈ യാമിമോളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊടുക്കണം. മോളെ കുളിപ്പിക്കാനുള്ള നേരം ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിച്ചോളാം. എനിക്ക് നന്നായിട്ട് കുളിപ്പിക്കാനറിയാം കേട്ടോ കുട്ടികളെ. പക്ഷേ ഷെഫ്മോൻ കുളിപ്പിക്കുമ്പോൾ ഒരു കൗതുകമാണ്. പിന്നെ എന്താ വെച്ചാൽ ഓനിക്കത് ഇഷ്ടമാണ്. രാവിലെ ഓളെ കുളിപ്പിച്ചിട്ട് ഓൻ കുളിക്കാൻ പോകും. അതൊരു റൊട്ടീനായി മാറിയതുകൊണ്ട് ഓനങ്ങനെ കുളിപ്പിക്കണം കേട്ടോ. അപ്പം യാമിനെ കുളിപ്പിക്കാം. ആദ്യം ഞാൻ യാമിമോളെ കുപ്പായം കാണിച്ചു തരാം കേട്ടോ. യാമി കുപ്പായം കാണിച്ചു കൊടുക്കട്ടെ അമ്മ. എല്ലാവർക്കും കുപ്പായം കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഈ കരയുന്നത് എല്ലാരും കാണൂട്ടോ. നോക്കിയത് എല്ലാരും കാണും കരയുന്നത്. കുപ്പായം കാണിച്ചു കൊടുക്കട്ടെ. പേരിട്ടാ നിൽക്കണല്ലോ അമ്മ. പേരിട്ടാ നിൽക്കണല്ലോ അമ്മ കുട്ടിക്ക്. അതൊക്കെ ആൺകുട്ടി കുപ്പായങ്ങളിലെ സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. ചൂടൊക്കെ അല്ലേ. ഈ ഒരു പുള്ളിക്കുപ്പായം ഉണ്ട്. പിന്നെ സിമ്പിൾ ഇങ്ങനെ ഒരു കുപ്പായം കേട്ടോ. പിന്നെ ഇത് എങ്ങനത്തെ സോക്സ് കിട്ടിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നത്. ഓൺലൈനിലാണ് കിട്ടുള്ളൂ എന്ന് വെച്ചത്. ഇക്ക എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് മേടിച്ചോണ്ടാ കേട്ടോ. പിന്നെ കോളെ പുള്ളിക്കുപ്പായത്തിന് മാച്ചായിട്ട് ബോ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നെബിലോട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഏതൊക്കെയാണ് ഇട്ടെടുക്കുക എന്താണെന്നൊന്നും അറിയില്ല. നോക്കി നോക്കാം. ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇതൊരു കഫ്താനാണ് കേട്ടോ. ഞാൻ കുറെ മുമ്പേ തയ്ച്ച് വെച്ച ഡ്രസ്സ് ആയിരുന്നു. ഈ കഴുത്തിൽ ഈ സാധനം വെച്ചത് ശരിയാവാത്തത് കാരണം അത് റെഡി ആക്കിയിട്ട് ഇടാച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുമ്പിൽ നമ്മളെ വള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അടുത്ത യാമിക്കുട്ടിനെ എണ്ണ വെച്ച് കുളിപ്പിക്കട്ടെ. എണ്ണ വെച്ചിട്ട് കുറച്ച് നേരം കിടക്കിട്ടാ. അപ്പത്തിന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അമ്മിക്കുട്ടി പെരുന്നാളായിട്ട് പുതിയ ഫേസ് വാഷും ഫേസറും ആണ് കേട്ടോ. ഇത് പുതിയത് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉപയോഗിക്കണമല്ലോ കേട്ടോ. സ്ഥിരമായിട്ട് ഉപയോഗിക്കണതാണ്. പെരുന്നാളായിട്ട് പുതിയത് മേടിച്ചതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഞാൻ മുൻപ് ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഗ്രോയിങ്ങിന്റെ ഫോം ഫേസ് വാഷും അതുപോലെ ഫേസ് സീറോ കേട്ടോ. ഇത് രണ്ടും കൂടി നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. ഈ ഫേസ് വാഷ് ഉണ്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനിങ്ങനെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. നല്ല സിലിക്കോണിന്റെ ബ്രഷ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഫോം. ഇതൊരു മഞ്ഞ കളർ കേട്ടോ. ഇത് ശരിക്കും മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ മുഖം ഇങ്ങനെ കഴുകാൻ പറ്റും കേട്ടോ. അപ്പൊ മുഖത്തിന്റെ അഴുക്കുകളൊക്കെ ഉള്ളിൽ തന്നെ പോയിട്ട് മുഖത്തിന് നല്ലൊരു റിഫ്രഷിങ് കിട്ടും കേട്ടോ. കഴുകല് കഴിഞ്ഞാൽ ഞാനിതാ ഈ ബ്രഷ് ഒന്ന് ഇങ്ങനെ കഴുകി വെക്കും കേട്ടോ. ഞാൻ മുഖം കഴുകട്ടെ കേട്ടോ. ഇതൊന്നും മുഖം കഴുകിയാൽ തന്നെ ഒരു തണുപ്പാട്ടോ. മുഖമൊക്കെ നല്ലൊരു വൃത്തിയൊക്കെ. ഇത് അലോവേരയും മഞ്ഞളും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞൾ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും അതുപോലെ അലോവേരയാണ് സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസ് ആവാനും ഒക്കെ നല്ല ഹെൽപ്പാണല്ലോ. ശരിയായ മഞ്ഞളിന്റെ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഫേസ് സീറോ ഉപയോഗിക്കാം. ഈ ഫേസ് സീറോ അങ്ങനെ തന്നെ മഞ്ഞളും അലോവേരയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പ്രായം കൊണ്ടുള്ള വരകളും ചുളിവുകളും അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാനും വന്നതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കറുത്ത പുള്ളി അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 തുള്ളി എടുത്ത് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു വെള്ളം പോലെ ഉണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിനോട് അബ്സോർബ് ആയിട്ട് സ്കിന്നിൽ പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങും. ഇതിന്റെ മുകളിൽ അങ്ങോട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാട്ടോ ചെയ്യാം. അപ്പോൾ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണിത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ പോവുക. പോയി കഴിഞ്ഞാൽ അതാ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ലിങ്കിൽ ഏതിലേലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ സൈറ്റിലെത്തും. ഇത് നമ്മുടെ ഫോം ഫേസ് വാഷും ഫേസ് സീറോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിപ്പോൾ സമ്മർ സെയിൽ ആയതുകൊണ്ട് വെറും 499 രൂപക്കാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതാ ബൈ ഇറ്റ് നൗ കൊടുക്കുക, പർച്ചേസ് ചെയ്യും. ഈ യാമി ബഹളം നോക്കുമ്പോഴത്തേന് വേഗം ഓളെ കുളിപ്പിക്കട്ടെ കേട്ടോ. ഞങ്ങളിങ്ങനെ അടുക്കളയിൽ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും ഓലൊക്കെ ഉണ്ടാവുകൊണ്ട് ഓലൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരുമില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. കാരണം ഇതൊക്കെ ഇപ്പൊ ചെയ്യാനൊക്കെ പറ്റുന്ന തന്നെയാണ്. പക്ഷെ അടുക്കളയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇക്ക പിന്നെ അടുക്കളയൊക്കെ ഇറക്കാത്തത്.
യാമിക്കുട്ടി തോർത്താനുണ്ടോ, തോർത്തൊക്കെ ആദ്യം തന്നെ കൊണ്ടുപോയിക്കണം. ഷുപ്മോനും അങ്ങനെ കേട്ടോ, തോർത്ത് മുക്ക ആദ്യം തന്നെ കൊണ്ടുപോയി വെക്കട്ടോ. ഞാൻ ഈ ഒരു മാക്സി മാറ്റിയിട്ടോളെ കുളിപ്പിക്കട്ടെ കേട്ടോ. യാമിക്കുട്ടിനെ കുളിപ്പിച്ച് ഇല്ല യാമിക്കുട്ടിനെ കുളിപ്പിച്ച് ഞാനിതാ തോർത്തിട്ട് ഇവിടെ കിടത്തിയിട്ട് എന്നിട്ട് ഞാൻ മാക്സി ഒക്കെ മാറ്റി വന്നു. ഇവളെ കുപ്പായൊക്കെ മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ആരും ഇല്ലെങ്കിൽ മാനേജ് ചെയ്യാനൊക്കെ അറിയാം, കാരണം നമ്മൾ ചെറിയ കുട്ടികളൊന്നല്ലല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുക അത് ആരും ഇല്ലെങ്കിൽ എന്താ കാട്ടുക, പോലൊക്കെ പള്ളിക്ക് പോകുമ്പോഴാണ് രണ്ടാളും ഇവിടെ ഇല്ലാതാവുള്ളൂ, ബാക്കി എപ്പോഴും ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ഒന്ന് തോർത്തി ഒപ്പിച്ചു കൊടുക്കട്ടെ. ഈ കയ്യിൻ്റെ ഇങ്ങനെ ഇടകൾ, കഴുത്ത്, ചെവി അതൊക്കെ പ്രത്യേകം തുടച്ച് ഓരോ തുണികൊണ്ട് ക്ലീനാക്കി കൊടുക്കും. ഇനി അതൊക്കെ ക്ലീനാക്കിയിട്ട് അവൾക്ക് കുപ്പായം മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ആമിക്കുട്ടിയുടെ പെരുന്നാൾ കുളി കഴിഞ്ഞു. പെരുന്നാളോർക്കം തുടങ്ങിയോ എൻ്റെ അമ്മേ? അങ്ങനെ കുളി കഴിഞ്ഞൊക്കെ തന്നെ ഉറങ്ങി കേട്ടോ. ഇനി കുറച്ച് പരിപാടിയും കൂടി കേട്ടോ, അതും കൂടി ചെയ്യട്ടെ. ഈ അമ്മിക്കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്തോളി നീക്കട്ടെ. പ്രാവശ്യം പിന്നെ പുതിയ കുഷൻ കവറൊന്നും തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു വശം വൈറ്റ് കളർ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുള്ളൊരു കളർ വേണം. അപ്പോൾ വേഗം കുഷൻ കവറുകളൊക്കെ മാറ്റിയിട്ട് കവർ കേട്ടോ. 520 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു. 5 കവറിന് 4 കുഷനുണ്ട്. അപ്പം നമുക്ക് ഈ കവറ് ഇവിടെ ഇടാം. പ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ റീത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നാളെ പെരുന്നാളെങ്കിൽ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിന്നാൽ പെരുന്നാൾ കണ്ടപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ എൻ്റെ പൂബുക്കുട്ടനക്ക് ഒരു ബോയും ഉണ്ടാക്കണം. അതും ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയ മണി വാങ്ങിച്ചിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തകൃതിയായിട്ട് ഉണ്ടാക്കാൻ. അതിൽ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഒരു ബോ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം മാറ്റട്ടെ കേട്ടോ. ഓരൊക്കെ വരുമ്പോഴത്തേന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലേ പൂബുക്കുട്ട? നമ്മൾ നല്ല ആൾക്കാരിലാണ്. അപ്പോൾ ഞാൻ നേരം കൂടി ഞാൻ വേഗം മാറ്റിട്ട് കേട്ടോ ഡ്രസ്സ്. ഇതിൽ ലൈനിങ് ഇല്ല കേട്ടോ. നമ്മൾ ഇട്ട മാക്സിൻ്റെ മുകളിലേക്ക് ഒറ്റ ഇടലാണ് കേട്ടോ. ഇത് ഇടാനൊക്കെ സുഖമാണ്. ഒരുക്കം കഴിഞ്ഞേക്ക് ഷുഫ്മ വന്നിക്കണം കേട്ടോ. ഞാനിപ്പോ ഒരു ഉമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഉമ്മ കഴിയുന്നത് ഇത് നമ്മുടെ പാട്ടുകാരന്റെ കുട്ടി കേട്ടോ, മുത്തച്ഛന്റെ മോന്റെ കുട്ടി. എങ്ങോട്ടിപ്പോ വന്നിക്കണത്? നോക്കിക്ക് ജോന്റെ അമ്മായിയാണ്. അത് തല കുറച്ചിരുന്നു. ഇതാണ് അമ്മായി. യാമിക്കുട്ടിയുടെ ഇക്കാക്കാരൊക്കെ വന്നിരുന്നു. ഇക്കാക്കാന്റെ കുട്ടി. അപ്പോൾ ഓനിക്ക് ഇവന് അവളെ അമ്മായിയൊക്കെ വേറെ അമ്മായി എന്ന് പറയുമ്പോൾ എന്തോ പോലെ തോന്നുക. അമ്മായി എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരല്ലേ കരി. യാമിക്കുട്ടിക്ക് ആരൊക്കെ പറഞ്ഞിരുന്നു കരിമണിയുള്ള കൈച്ചേന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഞങ്ങള് അഭ്യർത്ഥന മൂലം അല്ല ഇഷ്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇതാ കരിമണി വാങ്ങിച്ചിട്ടോ. കരിമണി കഴിച്ചേന് ഇതിൽ ഇനി എത്ര ഗ്രാമ എന്തൊക്കെയാന്നൊക്കെ ചോദിക്കും. ഇതിന് 14,000 രൂപയാണ്. 2 ഗ്രാമാ തോന്നുന്നത്. നമുക്ക് പാല് കൊടുക്കട്ടെ.
കാക്കാന്റെ ചൂട് കാക്കാന്റെ ചൂട് കെട്ടിയ കരച്ചിൽ കിട്ടും. ഇപ്പൊ പാലിന്റെ ചൂട് തന്നെ കിട്ടണ്ടേ. മോളെ യാമി മോളെ ഇത് പാലിന്റെ യാമിക്കുട്ടിയുടെ പപ്പി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട പെരുന്നാൾ കുപ്പായാണല്ലേ. പുള്ളിക്കുപ്പായത്തിന് കേട്ടോ പ്രാവശ്യം ഞങ്ങൾ രണ്ടാളും പുള്ളിക്കാരാണല്ലേ. ഇക്ക എടുത്തോണ്ടാട്ടോ. ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഇതുവരെ യാമിമോൾക്ക് ഞാനൊരു സെലക്ട് ചെയ്തിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഇക്ക എടുത്തോണ്ടല്ലേ. നമ്മളാണ് ആദ്യത്തെ പെരുന്നാള് നമ്മള് കണ്ടു കൊണ്ടുപോയിട്ടോ. ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഇട്ടോ. ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചോറുണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഭക്ഷണം കഴിക്കുമല്ലോ. ഞങ്ങൾ ഇനി പെരുന്നാൾ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയിക്കോട്ടെ. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നേരം 10 മണിയായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. ഇക്ക എന്തെങ്കിലുമൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് ബീഫൊക്കെ വേവിച്ചൊക്കെ വെച്ച് സമയം അത്ര വലിയ സമയം വളരെ അരമണിക്കൂർ മതി. കാരണം എല്ലാ സംഗതികളും ഒക്കെ റെഡി ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ബീഫ് അടക്കം വേവിച്ച് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ഡ്രസ് കാണിച്ചോട്ടാടാ. രാവിലെ തുണിട്ട് പോയി ഇപ്പൊ പാൻറ് ഇട്ടു. ഇതാട്ടെ ഞങ്ങളെല്ലാരും. അത് നമ്മുടെ പൂപ്പുകുട്ടനാടെ ഫോട്ടോഷൂട്ടിന് നോക്കുമ്പോ യാമിമോൾ ഉറക്കത്തില്ല. ബുബു വന്നോ? ഫോട്ടോഷൂട്ട് അതാ ഞങ്ങളെ ഫാമിലി ഇതാ കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങളെ ഫാമിലി ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ. വളകളൊക്കെ ഇട്ടിക്കുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന വളയാണ്. അപ്പോൾ ഇപ്പൊ എല്ലാരും പറയും വള ഇട്ടത് പോരായി എന്നൊക്കെ കേട്ടോ. ഈ ഡ്രസ്സിക്ക് നല്ല മേച്ചുവാണ്. ഇവിടെ വള ഉണ്ടാവും ചെയ്തിരുന്നു. പിന്നെ അപ്പൊ ഇതൊക്കെ ഒരു ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അങ്ങോട്ട് ഇട്ടേരും കുറച്ചേരം നല്ല ഫുള്ളായിട്ട് എന്നാ പോരെ പോലെ ഫോട്ടോ എടുക്കാൻ പോരെ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. അല്ലേ യാമിക്കുട്ടി? ഇക്കാക്കാന്റെ എപ്പോഴാ? ഇക്കാക്കാന്റെ ഫോട്ടോഷൂട്ടിന് ചിരിക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോകട്ടെ. ഇക്കാന്റെ ബിരിയാണി അല്ലേ. നമ്മളെ യുദ്ധാണ് കിച്ചണില്. ഒക്കെ തലേന്ന് തന്നെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടേന്നു കേട്ടോ. അപ്പൊ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ അല്ലേ. എല്ലാ സാധനങ്ങളും കൊണ്ട് അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അരമണിക്കൂർ മതി. ഞാൻ ബനാത്ത് പോലെയാണ് വിചാരിച്ചു. ഓന്റെ പാന്റ് മുട്ടിട്ടോ. പെരുന്നാൾക്കെടുത്ത പാന്റിന്റെ ലെങ്ത് മുട്ടിട്ടോ. കുറച്ച് പണികളുണ്ട് കേട്ടോ. ഞാനെന്റെ വരാം. അതിന് മുമ്പ് പോലേക്ക് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇത് ഞങ്ങള് തിരൂരുണ്ടാകുമ്പോഴൊക്കെ വെല്ലബിയിലുണ്ടാകുമ്പോ ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരു കൂട്ടുകാര്. ഇതിൽ നിറയെ മസാലപ്പൊടികളാണ് കേട്ടോ. ഗ്രീൻ ടൈം കേട്ടോ. തിരൂരുള്ളതാണ്. 2, 3, 4, 5, 6 പെണ്ണുങ്ങൾ ചേർന്നിട്ടുള്ള സംരംഭമാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിട്ട് മന്തി മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഗരം മസാല, ഫിഷ് മസാല. ഇനി ഇല്ലാത്ത മസാലകളൊന്നും ഇല്ല കേട്ടോ. പോരാത്തതിന് ഇതാ ഇത് ഈത്തപ്പഴം വെളുത്തുള്ളി ഉള്ള അച്ചാറാണ് കേട്ടോ. ഇന്നത്തെ ബിരിയാണിക്ക് നിങ്ങളെ അച്ചാറിനെ അച്ചാറോ ബിരിയാണി മസാല. ബിരിയാണി മസാല ഉണ്ടാവും. പിന്നെ ഇതുപോലെ മുന്തിരി അച്ചാറും പിന്നെ ഇതുപോലെ മാംഗോ പിക്കിൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഞങ്ങൾ ഉപയോഗിച്ചു. പിന്നെ ഇതും ഞങ്ങൾ ഉപയോഗിച്ചു. ഒക്കെ ഉപയോഗിക്കലുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ തിരൂരുള്ളതാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്ത്രീകളുടെ സംരംഭം അല്ല. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറ്. ഞങ്ങൾ അതിനൊരു ടൈം ചെയ്യാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോഴല്ലേ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരിപ്പോ നമ്മളെ ഇതൊന്നും ഒരു പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇന്നത്തെ ബിരിയാണിക്ക് ഈ ബിരിയാണി മസാല. ഇന്ന് ആ മസാല എന്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്? എന്താണ് തലമ്മ കയറി ഇരിക്കാം. എമ്പടെ ഇരിക്കണ ആനപ്പുറത്താ. ആനപ്പുറത്ത് ഇരിക്കുക. ആനപ്പുറത്ത് ഇരിക്കുക. അല്ല വച്ചോനെ ആനപ്പുറത്തിരിക്കാ. എല്ലാം നല്ല ഇഷ്ടമാണ്. നമ്മളത് ഇറ്റ് മേടിച്ചില്ലേ. ഈ കഴുത്തിൽ ഞാൻ പിടിപ്പിച്ച അത്ര ശരിയായിട്ടുണ്ട്. അതാണ് ഈ ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇടാതെ വെച്ചത് കേട്ടോ. ഇതൊരു പെരുന്നാളിന്റെ ഒരു അടിപൊളി ഡ്രസ്സ് വെച്ചിട്ട് ഇട്ടോന്നല്ല കേട്ടോ. ഒരു വേറൊരു ഡ്രസ്സ് ഇടണല്ലോ വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി അടുത്ത പെരുന്നാൾ ഇൻഷാല്ലാ അടിപൊളിയാക്കാം. ഇതിന്റെ കൈ കുറച്ച് ചെറുത്. ഞാൻ എന്താ അങ്ങനെ കഫ്താനായിട്ടാണ് തയ്ച്ചിട്ടുണ്ട്. ഇതിന് ലൈനിങ് ഇല്ല. ഞാൻ ഇട്ട മാക്സിമം മുള്ളാൻ ഇട്ടേക്കാം. പിന്നെ ഈ ഒരു വള ഡിസൈന് എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. ടൈറ്റ് ആക്കാനുള്ള ഐഡിയ. ഇതാ അതിന്റെ ഷാള് ഇങ്ങനെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഷാള് മാത്രമല്ല ഇതും ഡബിൾ ഷെയ്ഡാണ്. ഈ സൈഡിൽ ഡാർക്കും പിന്നെ ഈ സൈഡിൽ കുറച്ച്
ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ. അപ്പൊ അമ്മക്കുട്ടി കരയുണ്ട്, പാൽ കുടിക്കാൻ വേണ്ടി ഞാൻ മേച്ചല്ല കേട്ടോ. ഇതൊരു ബലൂൺ സ്ലീവ് തയ്ച്ച പോലെ ഉണ്ടല്ലേ, നമ്മളെ കഫ്താന്റെ ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു എലാസ്റ്റിക് പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിരിക്കാൻ കേട്ടോ. എലാസ്റ്റിക് പിടിച്ചടിച്ചിട്ട് പിന്നെ നീളത്തിൽ അങ്ങനെ തയ്ച്ചിരിക്കാൻ കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ് പോലെ ഉണ്ടല്ലേ. ചെറുതായിട്ട് തയ്ക്കാൻ അറിയണവരൊക്കെ ഇങ്ങനെ ഇപ്പൊ അത് കയ്യിൽ ഇങ്ങനെ വിചാരിക്കില്ല. അതാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇന്നലെയാണ് വന്നത്. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫിറ്റ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുവാനെ. ആ ടാപ്പ് വണ്ടിയിലുണ്ട്. ഇത്ര വണ്ടിയിലേക്ക് ഇന്നലെ പോയില്ലേ, അതാണ് ഇത് ഇന്നലെ ഒട്ടിക്കാനും പപ്പ. കൊറേ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടോ അത് കണ്ടപ്പോ. മീറ്ററൊന്നും നോക്കിയിട്ടില്ല. അത് ചെറിയൊരു തിളക്കം, ഒരു പെരുന്നാൾ തിളക്കം. അതുകൊണ്ട് അടിപൊളി ബീഫ് ബിരിയാണി ആണ് ഇവിടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിരിയാണി പൊളിക്കൂലക്ക, ഒന്നും പറയണ്ടാവില്ല. പൊളിയുന്നോ? കുറെ കാലത്തിന് ശേഷം ഒന്നും പറയാത്ത ബിരിയാണിയാ. ചോറ് രണ്ടാള് ഫോൺ നോക്കി കിടക്കുക. അത് വേണ്ട അത് വേണ്ട. പിന്നെ പപ്പ ബിരിയാണി റെഡി ആക്കിക്കണം. പപ്പടം പൊരിക്കാമോ? പപ്പട ചീകള് കേസൊക്കെ നമുക്ക് ബിരിയാണി മിനിമം ബിരിയാണി ഉണ്ടാക്കാനെങ്കിലും കഴിയും. ഇത് മുബാറക്ക, ഇത് മുബാറക്കല്ലേ ഇത്. യാമിക്കുട്ടിക്ക് ചെയിനൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ചെയിൻ ഇങ്ങനെ കഴുത്തിക്ക് കയറാതിരിക്കാൻ നമ്മള് ബട്ടൺ, എല്ലാവർക്കും അറിയുന്ന ഐഡിയ ആയിരിക്കും. ബട്ടൺസിന്റെ ഉള്ളില് ബട്ടൺസ് അത് കൂട്ടിയിട്ടുണ്ട്, ഇട്ട് കൊടുത്താൽ മതി. എന്നാ ഈ ചെയിൻ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി പോവില്ല അല്ലേ യാമിയെ? കരിമ്പടി കാണിച്ചെടുത്തില്ലേ? കാണിച്ചെടുത്തു. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പപ്പടം കാച്ചുണ്ടല്ലോ, നല്ല പണിയാ. അത് ഉമ്മാര് ചൂടത്ത് അവിടെ ടാസ്ക്. ഇപ്പം പപ്പടം വെച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്ത വീട്ടിലത്തെ കുട്ടി കഴിഞ്ഞിട്ടു കുട്ടിനെ കാണാനായിട്ട്, കുട്ടിനെ അന്ന് വന്ന് കണ്ടതാണെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നു. കാരണം ഓരൊക്കെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ചോറില്ല, ഞങ്ങൾ വേഗം ഈ മഹലില് ഞങ്ങൾ അതെ അവന്റെ കൂട്ടുകാരന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മഹലിൽ ചോറിനകത്ത്. ഇതിനകത്ത് 12:45 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ബിരിയാണി പാല് അമ്മ കുട്ടി നിൽക്കുമ്പോഴത്തേനും വേഗം ഞങ്ങളെ പെരുന്നാൾ കൊള്ളട്ടെ. ചോറുന്നുമ്പോ അപ്പോൾക്ക് ഹാജരാവണം. അപ്പൊ നിങ്ങളൊക്കെ ഓരോരോ വീട്ടിലൊക്കെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ പറയാനില്ലേ? ചില ആൾക്കാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ചില ആൾക്കാർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കും, പിന്നെ ബീഫ് ഉണ്ടാക്കും. ജ്യേഷ്ഠന്റെ അവിടെ എങ്ങനെ വെറുംചോറും കുമ്പളങ്ങക്കറി ബീഫ് വരട്ടിയതുമാണ്. അപ്പൊ എല്ലാരും കമന്റ് ചെയ്തോളി നമ്മളോടെ ഇന്നതായിരുന്നു ഫുഡ് എന്നൊക്കെ കമന്റ് ചെയ്തു. നമ്മളോട് ബീഫ് ബിരിയാണി, തൈര്, പപ്പടം, പിന്നെ ഇതാ ഗ്രീൻ ഡൈനിന്റെ മാങ്ങച്ചാർ. യാമിക്കുട്ടി ഹാജരായിട്ടോ. എങ്ങോട്ട് ഓടിപ്പോണേ? ആ ടേബിൾ മേൽ ഇരുന്നത് ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞില്ലേ, അത് പൊട്ടിച്ചതാണ് കേട്ടോ. അവളുടെ പേര് എഴുതിയിട്ടുള്ള ഈ ഇതാണ്. ഇല്ല ചാർജ് കഴിഞ്ഞു. ഞങ്ങൾ റീൽ എടുക്കായിരുന്നു ഷൂ ഒക്കെ ഇട്ടിട്ട്. അവൾക്ക് ഇന്നെ കിട്ടിയ അപ്പൊ പാലൊന്നും കുടിക്കണം. ബിരിയാണി പാലാണല്ലേ. ഇക്കണ്ടിട്ടോ അവിടെ ഇക്ക ചൂട് പ്രമാണിച്ച് ഷർട്ടോ കഴിച്ചിട്ട് മുട്ടക്കുട്ടി. പെരുന്നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടയാവും. ഞങ്ങൾ സുഖമായിട്ടൊന്ന് ഉറങ്ങി നിൽക്കട്ടെ. ഷെഫ് കുട്ടനും എൻ്റെ ഫ്രണ്ടിന് ബിരിയാണിയുമായിട്ട് പോയി. ഞങ്ങളൊന്ന് ഉറങ്ങി നീച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടേലും കറങ്ങാൻ പോവില്ലേ? കറങ്ങാൻ പോവോ അറിയില്ല. വെറുതെ വണ്ടിയോണ്ട് ഒന്ന് സൗണ്ട് ഇട്ടിട്ട് പോരാ. ഇതുണ്ടാക്കിയ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അവർക്ക് ഹിജാബിന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതിൽ. അപ്പൊ ഇനി മയങ്ങി നീച്ചിട്ട് കാണാം കേട്ടോ. യാമിക്കുട്ടി നമുക്ക് പോണ്ടേ? നീച്ച നമുക്ക് പോണ്ടേ? കറങ്ങാൻ പോണ്ടേ? നീക്ക് കുഞ്ഞിക്കണ്ട് തന്നാ നമുക്ക് ടാറ്റ പോണ്ടേ? നമുക്ക് വണ്ടിയിൽ ടാറ്റ പോണ്ടേ? എന്താണ്
പെട്ടെന്ന് വേണ്ട. അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് ബിരിയാണി കഴിച്ച് മയങ്ങി കിടന്നാലല്ല. അപ്പോൾ ഉറങ്ങി വെച്ചേക്ക് പായസം കുടിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാനൊരു ജിലേബി കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ മതിയെന്ന്. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോകട്ടോ. ഞാൻ ആമിക്കുട്ടിക്ക് ഇങ്ങനെ ഈ വള ഇങ്ങനെ കിറുക്കി കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓളിങ്ങനെ നോക്കുക. ഇവിടെ കേട്ടെന്നൊക്കെ നോക്കിയിട്ട് ഈ വള ഓർമ്മയുണ്ടോ? ഈ വള ഓൾ വയറ്റിലുണ്ടായിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ കൊണ്ടുവന്നാണ് കേട്ടോ ഈ വള. അപ്പൊ ഇതൊക്കെ ഞാൻ കയ്യിലിട്ടി. അത് വയറ്റിലുണ്ടാവുമ്പോ കേട്ടിരുന്ന സാധനല്ലോ, സൗണ്ട് അല്ലത്. ആ സൗണ്ടാണ് ഈ സൗണ്ട് കേട്ടാ. കേൾക്കുമ്പോ പരിചയം ഉണ്ടല്ലേ? നമ്മള് കേട്ടിരുന്നില്ലേ? ഇത് കേട്ടിരുന്നില്ലേ? കമ്പി ജ്യൂസ് കുടിക്കാൻ പോവല്ലേ? കമ്പി ജ്യൂസ് കുടിക്കാൻ പോവാണല്ലോ. നമ്മൾ കമ്പി ജ്യൂസ് കുടിക്കാൻ പോവാണല്ലോ. ഞങ്ങൾ പോയിട്ട് വരട്ടാ. ബുബുവിന് ഞാൻ വണ്ടിയിൽ കയറുന്നതിന് ഇഷ്ടമല്ല. ഞാനിവളുള്ള കാരണമാണ് കേട്ടോ പോകണതൊക്കെ. ഇങ്ങനെ ഓളെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണം തോന്നുന്നു. പിന്നെ ഓള് പെരുന്നാളിൻ്റെ ഓൾക്കൊരു കുഞ്ഞ് കറക്കാൻ പാടില്ല അല്ലേ? ഞാനാണ് പെരുന്നാളിന് എങ്ങോട്ട് പോകാറില്ല കേട്ടോ. പെരുന്നാളിൻ്റെ ബിരിയാണി തന്നു ഇവിടെ ഒറ്റ ഉറക്കാം. നാളെ അമ്മയും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ടൊന്ന് പോയാൽ മതിയായിരുന്നു അല്ലേ? യാത്ര കൊണ്ടുപോകുന്ന ആളുടെ ഓർമ്മ വേഗം ഓർമ്മ. കാഴ്ച കാണാനാ, അന്ന കാഴ്ച കാണിക്കാനാ കൊണ്ടുപോകണം. എന്നിട്ട് ഈ കടന്നുറങ്ങുക. എന്നിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കുക. എന്നിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് ഞാൻ വണ്ടിൻ്റെ എടുക്കട്ടെ കേട്ടോ. നമ്മുടെ മതിൽ പണി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാറ്റ പോവാണ് പറഞ്ഞാൽ ജാമിക്കുട്ടിയെ ഇക്കെടുത്ത ജാമിക്കുട്ടിയുടെ പുള്ളിക്കുപ്പായ നല്ല രസമുണ്ട്. പിന്നെ അതിക്കൂടി ഇതൊക്കെ വെച്ചപ്പോൾ ഒരു മിഠായിയുടെ പോലെ ഉണ്ട് അല്ലേ? മിഠായിനെയും കൊണ്ട് പോട്ടെട്ടാ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ. കരിമ്പ് ജ്യൂസ് വേണോ അതോ കുറച്ച് ലോങ് പോകണോ? ലോങ് ഒന്നും പോകണ്ട. 90 കഴിയാതെ പുറത്തേക്ക് അങ്ങനെ കൂടുതൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചിട്ട് പോവുക. പെരുന്നാളാകുമ്പോൾ ഒരു കറക്കമായി. ഞങ്ങളെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ യാമിക്കുട്ടി വന്ന പെരുന്നാൾ വിശേഷങ്ങൾ, ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പൊ നാളെ ഒരു സ്പെഷ്യൽ വിശേഷം കേട്ടോ. ആ വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ എന്നോട് ആക്കിയിട്ട് ഇക്ക പോവാണ്. ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോവാ. കുറച്ച് കഴിയുമ്പത്തിന് സ്വപ്നം വരും. എന്റെ മോതിരവും ഈ ഷർട്ടും നല്ല ചേർച്ചണ്ടല്ലേ? ഇത് നമ്മളെ നേഹ ജ്വല്ലറിന്റെ അതിന് സെമീർ ബായ് തന്നാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. സെമീർ ബായും സക്കീർ ബായോട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബായ് ബായിമാരാണ് ഞങ്ങള്. അതിന്റെ ഹാൻഡ് ഷേക്ക് നേഹ ജ്വല്ലറിലാണല്ലോ ഉണ്ടാക്കാൻ കൊടുത്തപ്പോ ഇക്കാക്ക് വേണ്ടി ഇക്കും ഗിഫ്റ്റ് ഉണ്ടാക്കിയിരിക്കണത്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ കൊടുത്തു. അതുപോലെ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു മോതിരം കൂടി ഉണ്ടാക്കണം എന്നാണ് അങ്ങനെ മറ്റേ കൊടുത്തായിരുന്നു. അപ്പൊ മോതിരം ഫ്രീ ആയിട്ട് തന്നു. മോതിരത്തിന് പൈസ വേണ്ടാറിന് സെമീർ ബായി നമുക്ക്. സെമീർ ബായി താങ്ക്സ്. തന്നിട്ടുണ്ട്. അപ്പൊ ഇക്ക കറങ്ങാൻ പോവല്ലോ കേട്ടോ. ഇക്കാന്റെ നാട് അവിടെ ഉണ്ടോ? നാട് ഇങ്ങനെ കേറിയിട്ട് അങ്ങനെ അപ്പുറത്താണ്. അവിടെ ഇക്കാടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി എൻജോയ്മെന്റിന് പോവല്ലേ? ആയിക്കോട്ടെ. ഞങ്ങള് റെസ്റ്റ് എടുക്കട്ടെ. പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പരിചയപ്പെടുത്തില്ല ഗ്രോയിങ്ങിന്റെ ഫേസ് വാഷും ഫേസ് സീറും അത് വാങ്ങിക്കാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമ്മർ സെയിലായിട്ട് വെറും 499 രൂപക്കാണ് ഈ ഒരു കോംബോ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഓഫർ ആരും പാഴാക്കണ്ട, വേഗം വാങ്ങിച്ചോളി കേട്ടോ.